തൃശ്ശൂരിൽ ഉണ്ടായ വിജയം വരെ കുളം കലക്കി പൂരം കലക്കി നേടിയതാണ്. കുളം കലക്കി മീൻ പിടിക്കാന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പൊ ഇത് പൂരം കലക്കി നേടിയ വിജയമാണ് എന്നാ വരുന്നത്. അപ്പൊ ഇതൊക്കെ ഇവിടെ നടക്കുകയാണ്. അപ്പോ ADGP തന്നെ നേരെ ലോ ആൻഡ് ഓർഡർ ADGP പോയി ആരെങ്കിലും കണ്ടിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ അല്ലല്ലോ. അവരെ കാർ കയറി പോയി സ്വകാര്യമായിട്ട് കണ്ടു എന്ന് സമ്മതിച്ചിരിക്കുകയാണ്. അപ്പൊ ഇവിടെ എന്താ അപ്പൊ അതും ഈ പൂരം കലക്കി എന്ന് പറയുമ്പോ അത് പൂരം നമുക്കറിയാം കേരളത്തിന്റെ അഭിമാനമാണ്. അതുപോലെ തന്നെ ഇപ്പോ തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ അന്തർദേശീയ തലത്തിലുള്ള ഒരു സംഗതിയാണ്. അതൊക്കെ ഇങ്ങനെ ഒരു കലക്കലിന് വിധേയമായി എന്ന് പറയുമ്പോൾ വാസ്തവത്തില് ഇവരെല്ലാവരെയും പറ്റിക്കുകയാണ്. ന്യൂനപക്ഷങ്ങളും ഇടതുപക്ഷവും BJPയും എല്ലാവരെയും പറ്റിക്കുകയാണ്. ഇപ്പോ മൈനോറിറ്റി പ്രോബ്ലംസിൽ അവർ ചാമ്പ്യന്മാരായി നിൽക്കും. അതുപോലെ തന്നെ വിശ്വാസികളുടെ കാര്യങ്ങളിലൊക്കെ ഇപ്പൊ അവരുടെ കുത്തകയാണ്, BJPയുടെ കുത്തകയാണ് എന്ന് പറയും. പൂരം കലക്കുക പറഞ്ഞാൽ അത് വിശ്വാസികളെ അപമാനിക്കലല്ലേ? അപ്പൊ വിശ്വാസികളെ ആയ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളെ അപമാനിച്ച് നേടിയതാണ്. ആ വോട്ട് കിട്ടാൻ വേണ്ടി അതും ചെയ്യും. പൂരം ഒരു പവിത്രമായ സംഗതിയായിട്ടാണ് കാണുന്നത്. അതും കലക്കാനും മടിയില്ല. അതുപോലെ തന്നെ ഒഫീഷ്യൽ സംവിധാനം ദുരുപയോഗപ്പെടുത്തി ഇങ്ങനെ ഒരു കൃത്രിമ വിജയം അവിടെ ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഗൂഢാലോചന നടന്നു എന്ന് പറയുന്നത് ബഹുജനം അത് അതിന്റെ നിജസ്ഥിതി അറിഞ്ഞേ പറ്റുള്ളൂ. ഇപ്പൊ CPI പറഞ്ഞില്ല അറിയണം എന്ന് പറഞ്ഞതുപോലെ അതിന്റെ നിജസ്ഥിതി വോട്ട് ചെയ്ത ആളുകൾക്ക് അറിയണം. പൊതുസമൂഹത്തിന് അറിയണം എന്താണ് നിജസ്ഥിതി. അത് വെളിപ്പെടുത്തുക തന്നെ വേണം. അത് പുറത്തു വരണം. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഹോം മിനിസ്റ്റർക്കെതിരെയാണ് ആരോപണങ്ങൾ വരുന്നത്, പൂരം കലക്കി ഉൾപ്പെടെയുള്ള കാര്യം. മുഖ്യമന്ത്രി ഇതുവരെയ്ക്കും മറുപടി പറഞ്ഞില്ല, മിണ്ടിയിട്ടില്ല. മുഖ്യമന്ത്രി മറുപടി പറയണ്ടേ? അല്ല, ഇതില് ഒരു മറുപടി കേരളം പ്രതീക്ഷിക്കുന്നുണ്ട്. അത് ക്ലാരിഫൈ ചെയ്യേണ്ട കാര്യം തന്നെ ഉണ്ട്. ഒരു സംശയവും ആ കാര്യത്തില്ല. കാരണം ബഹുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇത് അവരെ ബാധിക്കുന്ന പ്രശ്നമാണ്. കേരള രാഷ്ട്രീയത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും കേട്ടുകേൾവില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനെ സംബന്ധിച്ച് ഒരു പ്രതികരണം മുഖ്യമന്ത്രിയിൽ നിന്ന് തന്നെ ഉണ്ടാവുന്നത് അതാണ് നല്ലത്. അത് ഒരിക്കലും തന്നെ അത് മൗനം ഭൂഷണമല്ല. ADGP RSS നേതാവിനെ കണ്ട് അന്ന് തന്നെ ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ഈ ആരോപണം വന്നതിന് ശേഷം മുഖ്യമന്ത്രി ആളെ സംരക്ഷിക്കുന്ന രീതിയിലാണ് നിലപാടെടുത്തത്. അല്ല, അതാണല്ലോ കാരണം. എന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും ഗൗരവമുള്ള പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് അതിനെ സംബന്ധിച്ച് നിജസ്ഥിതി ഒളിവാക്കാതിരിക്കുക, പ്രതികരിക്കാതിരിക്കുക എന്ന് പറഞ്ഞത് ശരിയല്ല. അതുകൊണ്ട് ഇതിനെ സംബന്ധിച്ച് അടിയന്തരമായ പ്രതികരണം വേണം. അല്ലെങ്കിൽ എല്ലാവരെയും പറ്റിക്കുന്ന നിലപാടെടുത്ത് എല്ലാ കാലത്തും നിൽക്കാൻ കഴിയില്ല. സെൻകുമാറിനെതിരെയും BJP ബന്ധമായിരുന്നു ആരോപണമായിട്ടുണ്ടായിരുന്നത്. സമാനമായ ആരോപണമാണ് ഇപ്പോൾ ADGPക്കെതിരെയും വന്നത്. രണ്ട് നിലപാട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന്. അല്ല, അതാ ഞാൻ പറഞ്ഞു, എല്ലാവരെയും ഒരേ സമയം പറ്റിക്കാൻ കഴിയില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂനപക്ഷ പ്രശ്നങ്ങളിലും ബഹുഭൂരിപക്ഷം വരുന്ന മതവിശ്വാസികളുടെ പ്രശ്നങ്ങളിലും ഒക്കെ ഇപ്പോ വന്നിരിക്കുന്ന ഈ വാർത്തകൾ എല്ലാവരെയും വഞ്ചിച്ച് എല്ലാവരെയും പറ്റിച്ച് ഇടതുമുന്നണിയും അതേപോലെ തന്നെ BJPയും ഒരുപോലെ പോകുന്നു എന്നുള്ളതാണ് മതേതര സമൂഹത്തിന് ഞെട്ടലുണ്ടാക്കുന്ന വിഷയമാണ്. അതൊക്കെ ഞാൻ പറയുന്നത് ഇപ്പൊ കേരളത്തിൽ ധാരാളം വന്നു കഴിഞ്ഞല്ലോ. കാരണം പൂരം കലക്കാൻ വേണ്ടി വോട്ട് കിട്ടാൻ വേണ്ടി ഇവിടെ സർക്കാരിന്റെ ഭാഗമാണല്ലോ ADGP. സർക്കാരിന്റെ ഭാഗമായ സംവിധാനം ദുരുപയോഗപ്പെടുത്തപ്പെട്ടു എന്നുള്ളത് വളരെ വ്യക്തമല്ലേ? അതേപോലെ തന്നെ അതില് BJP ആണ് അവിടെ വിജയിച്ചത്. അവരും ഇൻവോൾവ് ആയി എന്നുള്ള തരത്തിലല്ലേ വരുന്നത്. അതുകൊണ്ട് ആണ് പറയുന്നത് തൃശ്ശൂരിലെ വിജയം പൂരം കലക്കി നേടിയതാണ്. അത് ബഹുഭൂരിപക്ഷം വരുന്ന വിശ്വാസികളെയും അതേപോലെ മതേതര സമൂഹത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. അത് സംബന്ധിച്ചുള്ള യഥാർത്ഥ വിവരം വോട്ടർമാരെ, ജനങ്ങളെ, പൊതുസമൂഹത്തെ അറിയിക്കാനുള്ള ബാധ്യത ആ രണ്ട് മുന്നണികൾക്കും ഉണ്ട്, പാർട്ടികൾക്കും ഉണ്ട്, അതുപോലെ ഗവൺമെന്റിനും ഉണ്ട്. ഓക്കെ.